ഇന്ത്യൻ റെയിൽവേയുടെ സ്ക്രാപ്പ് വിൽപ്പന. ഉപയോഗശൂന്യമായ ആസ്തികൾ വിറ്റഴിച്ച ഇന്ത്യൻ റെയിൽവേ 2025-26 സാമ്പത്തിക വർഷത്തിൽ വൻ വരുമാനം സ്വന്തമാക്കി. ലക്ഷ്യമിട്ട 6000 കോടി രൂപ മറികടന്ന് 6713.86 കോടി രൂപയാണ് റെയിൽവേ ഖജനാവിലേക്ക് എത്തിയത്. യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്കിൽ വർധന വരുത്താതെ തന്നെ ഇത്തരം ഇതര വരുമാന മാർഗങ്ങളിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയാണ് റെയിൽവേ ചെയ്യുന്നത്. സ്റ്റേഷൻ സൗകര്യങ്ങൾ, ശുചിത്വം, ഡിജിറ്റൽ സേവനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ എന്നിവയുടെ മെച്ചപ്പെടുത്തലുകളാണ് ഈ വരുമാനത്തിലൂടെ നടത്തുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലും സ്ക്രാപ്പ് വിൽപ്പനയിലൂടെ റെയിൽവേ വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു. അന്ന് 6641.78 കോടി രൂപയുടെ സ്ക്രാപ്പ് വിൽപ്പനയാണ് നടത്തിയത്. 5400 കോടി രൂപയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ചിട്ടയായി നീക്കം ചെയ്യുന്നതിലൂടെ പണം കണ്ടെത്തുന്നു എന്നത് മാത്രമല്ല, ഡിപ്പോകൾ, യാർഡുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തുവെന്ന് റെയിൽവേ അറിയിച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിലെ ഏകദേശം 290 കോടി രൂപയായിരുന്നു ടിക്കറ്റ് ഇതര വരുമാനം. 2025-26 സാമ്പത്തിക വർഷത്തിലെത്തിയപ്പോൾ അത് 7777.76 കോടി രൂപയായി. 5 വർഷത്തിനിടയിൽ ഏകദേശം 168% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഉയർച്ചയാണ് കാണിക്കുന്നതെന്നും റെയിൽവേ അറിയിച്ചു. പരസ്യം, റെയിൽവേ ആസ്തികളുടെ വാണിജ്യപരമായ ഉപയോഗം തുടങ്ങിയവയിലൂടെയാണ് റെയിൽവേ ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്തുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രീമിയം ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള കരാറുകളുമായി മുന്നോട്ടു പോകുമെന്ന് റെയിൽവേ അറിയിച്ചു. ഇതുവരെ 22 പ്രീമിയം ബ്രാൻഡുകൾ അനുവദിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടാതെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, ഡിജിറ്റൽ ലോഞ്ചുകൾ, ഹെൽത്ത് കിയോസ്കുകൾ, നഴ്സിംഗ് ബോർഡുകൾ, ഗെയിമിംഗ് സോണുകൾ, അതിവേഗ വൈഫൈ തുടങ്ങിയ ആധുനിക സേവനങ്ങളും റെയിൽവേ നടപ്പാക്കുന്നുണ്ട്.